വിഴിഞ്ഞത്തിന്റെ പേരിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിഴിഞ്ഞത്തെ പ്രതിസന്ധിയിലാക്കരുത്. ഓഹരി കൈമാറ്റ തീരുമാനം ബിസിനസ് തർക്കമായി കാണണം. അതിന്റെ പേരിൽ രാഷ്ട്രീയപ്പോര് നല്ലതല്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ജോസി ബാബു വിവരങ്ങളുമായി ചേരുന്നു. ജോസി, വളരെ അപൂർവമായാണ് പ്രതിപക്ഷത്തെ വെള്ളാപ്പള്ളി വിമർശിക്കാറുള്ളത്. എന്താണ് കാര്യം? അജിംസ്, SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും സാധാരണഗതിയിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ CPM-നെ ആക്രമിക്കാത്തൊരു സ്വഭാവമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നെങ്കിലും ഇത് നേരെ മറിച്ച് വിഴിഞ്ഞം പദ്ധതിക്കെതിരെയുള്ള സമരങ്ങളെയാണ് വിമർശിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വിഴിഞ്ഞം പദ്ധതി ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്, അതിനെ കൊല്ലരുത്. ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ പിണറായിയും ഒക്കെ നേരത്തെ രാഷ്ട്രീയം പറഞ്ഞതിൽ കൈകോർത്ത കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ ഓഹരി കൈമാറ്റം അടക്കമുള്ള വിവാദങ്ങളിൽ അതിനെ രാഷ്ട്രീയമായി ഇതിനെ മുതലെടുപ്പിന് ആരും ശ്രമിക്കരുത്. നാടിന്റെ വികസനത്തിന്, സംസ്ഥാനത്തിന്റെ വികസനത്തിനും വരുമാന വർധനവിനുമായി അതിനെ കാണണമെന്നുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന എഡിറ്റോറിയൽ മൊത്തത്തിൽ ടോൺ വെള്ളാപ്പള്ളി നടേശനും SNDPയും ഒരു സർക്കാർ അനുകൂല നിലപാടിലേക്ക് മാറുന്നതിന്റെ സൂചനയുണ്ടോ? തീർച്ചയായും നമുക്ക് അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം VD സതീശനെതിരെയും UDF സർക്കാരിനെതിരെയും തുടക്കത്തിലൊക്കെയും വിമർശനങ്ങൾ ഉന്നയിച്ച വെള്ളാപ്പള്ളി ആ നിലപാടിൽ അല്പം മയപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ UDF-നോടും മുഖ്യമന്ത്രിയോടും അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ എഡിറ്റോറിയലിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അത് തന്നെയാണ് രാഷ്ട്രീയം മറന്ന് പ്രതിപക്ഷം ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കാണണം, അതിൽ പിന്തുണയ്ക്കണം, സർക്കാരിനെ പിന്തുണയ്ക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും പിണറായിയും അടക്കമുള്ളവർ നേരത്തെ വിഴിഞ്ഞത്തിന്റെ വികസനത്തിനായി കൈകോർത്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സമരങ്ങളിൽ നിന്നും ഇതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശൻ പങ്കുവെക്കുന്നത്. ഈ യോഗനാഥത്തിൽ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ ലക്കത്തിലാണ് വിഴിഞ്ഞത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലരുത് എന്ന തലക്കെട്ടോടുകൂടി ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശരി ജോസി.